എൻ്റെ പേര് റൂഹി. 17 വയസ്സ്. പുസ്തകം വായിക്കാൻ എനിക്കിഷ്ടമേ അല്ല. ഫോണിൽ നോക്കിയിരിക്കാനാണ് എനിക്കിഷ്ടം. അച്ഛന് ട്രാൻസ്ഫർ കിട്ടി. ഞങ്ങൾ നിലമ്പൂരി എന്ന ഗ്രാമത്തിൽ വന്നു. അവിടെ ഒരു പഴയ ലൈബ്രറി ഉണ്ട്. പേര് അക്ഷരമരം. 200 വർഷം പഴക്കമുണ്ടത്രേ. പക്ഷേ ആരും പോകാറില്ല. മുത്തശ്ശി പറഞ്ഞു, മോളെ, ആ ലൈബ്രറിയിൽ ഒരു രഹസ്യമുണ്ട്. പുസ്തകങ്ങൾക്ക് ജീവനുണ്ട്. പക്ഷേ ആരും വായിക്കാതെ അവർ ഉറങ്ങിപ്പോയി. ഞാൻ ചിരിച്ചു. പുസ്തകം ഉറങ്ങുമോ? മുത്തശ്ശി: ഉം, വായിക്കാത്ത പുസ്തകം മരിച്ചു പോകും. ബോറടി കാരണം ഞാൻ ഒരു ദിവസം ലൈബ്രറിയിൽ കയറി. പൊടി പിടിച്ച അലമാറകൾ, മാറാല കെട്ടിയ ജനലുകൾ, നടുക്ക് ഒരു മേശയും അതിലൊരു പഴയ വിളക്കും. ഞാനൊരു പുസ്തകം എടുത്തു. പേരില്ല. തുറന്നപ്പോൾ പേജുകൾ വെള്ള. ഒന്നും എഴുതിയിട്ടില്ല. എനിക്ക് ദേഷ്യം വന്ന് ഞാൻ ആ പുസ്തകം മേശപ്പുറത്തെറിഞ്ഞു. പെട്ടെന്ന് വിളക്ക് തനിയെ തെളിഞ്ഞു. വെള്ള പേജിൽ അക്ഷരങ്ങൾ തെളിഞ്ഞു വരുന്നു. എൻ്റെ പേര് നീലാംബരി. ഞാൻ 120 വർഷമായി ഉറങ്ങുകയായിരുന്നു. നീ എന്നെ വിളിച്ചുണർത്തി. നന്ദി. ഞാൻ ഞെട്ടി പിറകോട്ട് മാറി. പുസ്തകത്തിൽ നിന്ന് ഒരു നീല വെളിച്ചം. ആ വെളിച്ചം ഒരു പെൺകുട്ടിയായി മാറി. പ്രായം എൻ്റെ അത്ര. കണ്ണിൽ നക്ഷത്രങ്ങൾ. ഞാൻ ഈ പുസ്തകങ്ങളുടെ കാവൽക്കാരിയാണ്. ആരും വായിക്കാത്തത് കൊണ്ട് എല്ലാവരും ഉറക്കത്തിലാണ്. നീ സഹായിക്കുമോ റൂഹി? നീലാംബരി എന്നെ ലൈബ്രറിയുടെ ഉള്ളിലേക്ക് കൊണ്ടുപോയി. അവിടെ ഒരു വലിയ ഹാൾ. 100 കണക്കിന് അലമാറുകൾ. എല്ലാ പുസ്തകങ്ങളും അടഞ്ഞിരിക്കുന്നു. അവൾ ഒരു പുസ്തകത്തിൽ തൊട്ടു. ഇത് കടൽ രാജാവിൻ്റെ കഥ. 80 വർഷമായി ആരും വായിച്ചിട്ടില്ല. അവനിപ്പോൾ കടലിൻ്റെ അടിയിൽ തണുത്തു വിറച്ചു കിടക്കുകയാണ്. ഇതാ, ഇത് വേറൊരു പുസ്തകം. ഇത് പറക്കും കുതിരയുടെ കഥ. കുട്ടികൾ വായിക്കാത്തത് കൊണ്ട് അവൻ്റെ ചിറക് ഒടിഞ്ഞു. എൻ്റെ നെഞ്ച് വേദനിച്ചു. ഞാൻ എന്ത് ചെയ്യണം? ഒരു രാത്രി ഒരു കഥ വായിച്ചാൽ മതി. അപ്പോൾ ആ കഥ ഉണരും. ആ കഥാപാത്രം സ്വതന്ത്രനാകും. അന്നു മുതൽ ഞാൻ എല്ലാ രാത്രിയും ലൈബ്രറിയിൽ പോകും. ഫോൺ മാറ്റിവെച്ചു. ആദ്യ രാത്രിയിൽ ഞാൻ മഴവില്ല് പൂക്കുന്ന മരം വായിച്ചു. വായിച്ചു തീർന്നപ്പോൾ ജനലിലൂടെ ഒരു മരം വളർന്നു വന്നു. അതിൽ 7 നിറമുള്ള പൂക്കൾ. ഗ്രാമം മുഴുവൻ സുഗന്ധം. രണ്ടാമത്തെ രാത്രിയിൽ കുരുവി എന്ന പുസ്തകം വായിച്ചു. അത് വായിച്ചു കഴിഞ്ഞപ്പോഴേക്കും ആകാശത്ത് ഒരു കുരുവി പറന്നു. അവൻ്റെ ചിറകിൽ നിന്ന് തീപ്പൊരി വീണു. ആ വെളിച്ചത്തിൽ ഗ്രാമത്തിലെ കറണ്ട് ഇല്ലാത്ത വീടുകൾ പ്രകാശിച്ചു. മൂന്നാമത്തെ രാത്രിയിൽ കരയുന്ന പുഴ. ആ പുഴ 50 വർഷമായി വറ്റിയതാണ്. ഞാൻ വായിച്ചു തീർന്നപ്പോൾ പാതിരാത്രി ഇടിമുഴക്കം. പുഴയിൽ വെള്ളം നിറഞ്ഞു. മീനുകൾ തുള്ളിച്ചാടി. ഗ്രാമം മുഴുവൻ പറഞ്ഞു, അക്ഷരമരം ലൈബ്രറിയിൽ ഒരു മാലാഖയുണ്ട്. 100 പുസ്തകം വായിച്ചു കഴിഞ്ഞപ്പോൾ നീലാംബരി കരഞ്ഞു. റൂഹി, ഒരു പുസ്തകം ബാക്കിയുണ്ട്. ഏറ്റവും പഴയത്, ഏറ്റവും വേദനയുള്ളത്. അവൾ ഒരു കറുത്ത പുസ്തകം എടുത്തു. പേരില്ല. തുറന്നപ്പോൾ ഒരു വരി മാത്രം. എൻ്റെ പേര് ഏകാന്തത. എന്നെ ആരും വായിച്ചിട്ടില്ല. കാരണം ഞാൻ സങ്കടത്തിൻ്റെ കഥയാണ്. ഞാൻ വായിക്കാൻ തുടങ്ങി. അതൊരു രാജാവിൻ്റെ കഥയാണ്. യുദ്ധത്തിൽ എല്ലാവരെയും നഷ്ടപ്പെട്ട രാജാവ്. അയാൾ ഒറ്റയ്ക്കൊരു കൊട്ടാരത്തിൽ. സംസാരിക്കാൻ ആരുമില്ല, ചിരിക്കാൻ ആരുമില്ല. വായിച്ചു കഴിഞ്ഞപ്പോൾ എൻ്റെ കണ്ണ് നിറഞ്ഞു. പെട്ടെന്ന് ലൈബ്രറിയുടെ വാതിൽ തുറന്നു. ഒരു വൃദ്ധൻ അകത്തു വന്നു. അയാളുടെ കണ്ണുകൾ പുസ്തകം പോലെ. ഞാൻ ഏകാന്തത. അയാൾ പറഞ്ഞു, 200 വർഷമായി ഞാൻ കാത്തിരിക്കുകയായിരുന്നു ഒരാൾ എൻ്റെ സങ്കടം കേൾക്കാൻ. ഞാൻ അയാളുടെ അടുത്ത് ചെന്നിരുന്നു. ഒന്നും മിണ്ടാതെ 1 മണിക്കൂർ. അയാൾ മെല്ലെ ചിരിച്ചു ആദ്യമായി. പിന്നെ അയാൾ പൊടിയായി മാറി ജനലിലൂടെ പോയി. നീലാംബരി പറഞ്ഞു, അയാൾക്ക് മോക്ഷം കിട്ടി റൂഹി. കേൾക്കാൻ ഒരാൾ മതി. ഇപ്പോൾ അക്ഷരമരം നിറയെ ആളുകളാണ്. കുട്ടികൾ വന്ന് ഉറക്കെ വായിക്കും. പുസ്തകങ്ങൾ ഉറങ്ങാറില്ല. ഞാനിപ്പോൾ ലൈബ്രറിയനാണ്. നീലാംബരി ഇപ്പോഴും എൻ്റെ കൂടെയുണ്ട്. അവളെ എനിക്ക് മാത്രമേ കാണാൻ പറ്റൂ. ഇന്നലെ ഒരു കൊച്ചു പയ്യൻ വന്നു. ചേച്ചി, പുസ്തകം ബോറാണ്. ഞാനൊരു പുസ്തകം എടുത്ത് അവൻ്റെ കയ്യിൽ കൊടുത്തു. 1 പേജ് വായിച്ചു നോക്ക്. അവൻ വായിച്ചു. അവൻ്റെ കണ്ണ് തിളങ്ങി. ചേച്ചി, ഇതിലെ ഡ്രാഗൺ പറക്കുന്നു. ഞാൻ നീലാംബരിയെ നോക്കി ചിരിച്ചു. അവൾ കണ്ണിറുക്കി കാണിച്ചു. എല്ലാ കഥകളും ഉറങ്ങുകയാണ്. വായിക്കുന്ന ഒരാളുടെ ശ്വാസം കൊണ്ടാണ് അവ ഉണരുന്നത്.